അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് നെയ്സ് പത്തിരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. നല്ല പേപ്പർ പോലത്തെ ടിഷ്യൂ പേപ്പറിൻ്റെ പോലെ സ്മൂത്തായിട്ടുള്ള പത്തിരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് നായ്പ്പൊടി എടുക്കാം കേട്ടോ. നായ്പ്പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഇട്ടുകൊണ്ട് എൻ്റെ അടുത്ത് ചെറിയ സ്റ്റീം ഗ്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ 3 ഗ്ലാസ് എടുത്തത് കേട്ടോ. ഒരു നായ്പ്പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഇട്ടോ വേണ്ട. അപ്പോൾ പിഞ്ചിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല വെട്ടി തിളക്കുമ്പോൾ നമുക്ക് പൊടിയാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടി നല്ല വേവണം കേട്ടോ. അപ്പോഴാണ് പത്തിരി നല്ല സ്മൂത്തായിട്ട് നിൽക്കുക. നന്നായിട്ട് വേവണം കേട്ടോ. ഇളക്കി കൊടുത്ത് ഇതേപോലെ ആണ് കണ്ടേ. 5 മിനിറ്റ് മൂടി വെച്ചിട്ടോ. ഞാൻ സ്കിപ്പ് ചെയ്താണ്. ഗ്ലാസ് വെച്ചിട്ട് ചൂട് കൊടുക്കാൻ തന്നെ നന്നായിട്ട് ഇതാക്കി കൊടുക്കണം കേട്ടോ. എന്നാൽ കുഴഞ്ഞ് കിട്ടും. മാവ് എല്ലാം കുഴഞ്ഞ് കിട്ടും. ഓരോ ബോളാക്കി എടുക്കുക. നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. പത്തിരിക്കല്ലിൽ വെച്ചിട്ട് ഓരോന്നായിട്ട് ഇതേപോലെ നല്ല കുഴച്ച് നല്ല വേവായാൽ നല്ല സാറിന് പരത്തിയെടുക്കാൻ കഴിയും കേട്ടോ. നമുക്ക് ചട്ടി അടുപ്പത്തിച്ചിട്ട് ചട്ടി നന്നായി ചൂടാ വരുമ്പോൾ പത്തിരിട്ട് കണ്ടില്ലേ നല്ല പൊള്ളച്ച് വരുന്നില്ലേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പ്ലീസ്. എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കണ്ടില്ലേ നന്നായി പൊള്ളച്ച് വരുന്നില്ലേ. അപ്പോൾ അറിയാത്തവർക്കൊക്കെ, ചെറിയ മക്കൾക്കൊന്നും ഇപ്പോൾ അറിയില്ലല്ലോ പത്തിരി ഉണ്ടാക്കലേ. അപ്പോൾ ഇത് കണ്ടാൽ മതിട്ടോ. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. നൈസാണ് കേട്ടോ. ടിഷ്യൂ പേപ്പർ പോലെ ഉണ്ടോ. അത്ര സ്മൂത്താണ്. കണ്ടില്ലേ